കേസും ഹെസയും മുണ്ടട്ടിൻ്റെ കൊച്ചുമകനും ഈ രണ്ടുപേരുടെയും ശൈലികളെ അദ്ദേഹം സ്വീകരിച്ചു എന്ന് മാത്രമല്ല അതിന് തുല്യമായി കടന്നെത്താൻ സാധിച്ചു. ഇപ്പോൾ എഴുത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ളത് മർക്കേസിൻ്റെയാണ്. മർക്കേസിൻ്റെ അത് എന്നോട് പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. വലിയൊരു ഒരു ആരാധനാ മനോഭാവത്തോടെ അദ്ദേഹം കണ്ട അപൂർവം ഗത്തിയുള്ള ഒരാളായി. അങ്ങനെയാണ് ആൾക്കൂട്ടത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത്, ഞാൻ എഴുതുമ്പം എൻ്റെ മുമ്പിൽ എഡിറ്ററില്ല, അനുവാചകരില്ല, എഴുതാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ആ എഴുതുമ്പം ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് എഴുതാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞ് ഇത്രയും സമഗ്രതയിൽ സാഹിത്യത്തെ മുഴുവൻ സാംശീകരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സവിശേഷതയായി മുഴച്ചു നിൽക്കുന്നത് എന്തിനോടുമുള്ള സാമൂഹ്യ ജീവിതത്തിലുള്ള പ്രതിബദ്ധതയാണ്. അദ്ദേഹത്തിൻ്റെ മൗനം തന്നെ ഏറ്റവും വാചാലമാണ്. മൗനത്തിനൊരു വ്യാഖ്യാനം നൽകാൻ ശ്രമിച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ മൗനത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ടായിരുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാലദാനം എന്നൊരു കവിതാ സമാഹാരം ഞാൻ എഴുതി. എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ വാസ്തവത്തിൽ അദ്ദേഹം എപ്പോഴും വൃത്തത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അക്കിത്തത്തിനോടൊപ്പം വൃത്തത്തിൽ കൂടെ കവിതകളെ കാണുന്ന ആളായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ കവിതാ സമാഹാരം വൃത്തലംഘനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ അത് എഴുതി തന്ന അവതാരികയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം. എന്തെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രചോദനം അദ്ദേഹമാണ് എന്ന് കരുതുന്നു. എന്നോടൊരു വാത്സല്യമായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഉന്നത്തിൽ കുഞ്ഞെന്നുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ ബേപ്പൂരിലെ കാൻഡിഡേറ്റായി വരുമ്പോൾ ഞാൻ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിലൊരാളാണ്. ആ സമയത്ത് പുന്നത്തിൽ കുഞ്ഞുത്തിൽ എഴുതിയിട്ടുള്ളത് എം ഡിയോട് ചോദിച്ചു. എം ഡി പറഞ്ഞു, നിങ്ങൾ ആ പാർട്ടിയിലേക്ക് പോകുന്നതിനൊന്നും എനിക്ക് യോജിപ്പില്ല, പക്ഷെ അതിൽ ഇങ്ങനെ ഒരാളെ എന്ന് പറഞ്ഞാൽ എൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് നല്ലവനായ ഒരു മനുഷ്യനുണ്ട് അതിൽ എന്ന് പറഞ്ഞു. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വ്യക്തിപരമായി എൻ്റെ പിന്നൊരു പുസ്തകത്തിൻ്റെ അദ്ദേഹം ഒരു 6 കൊല്ലം മുമ്പ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ അപ്പുറത്ത് പുതിയ എഴുത്തുകാർക്ക് വേണ്ടി തുടങ്ങിയ സർഗവസന്തം 3 കൊല്ലം അത് കൊണ്ടുപോകാൻ സാധിച്ചു. അതിൻ്റെ MP വീരേന്ദ്രകുമാറും സി രാധാകൃഷ്ണൻ സാറും ഇദ്ദേഹവും 3 പേരായിരുന്നു അതിൻ്റെ 3 കൊല്ലത്തെയും. കാരണം സാമ്പത്തികമില്ലാത്ത കഴിവുള്ള ആളുകളെ എഴുതി സി കെ മേനോനായിരുന്നു അതിൻ്റെ സാമ്പത്തികം ചിലവാക്കിയത്. അതിൽ MD ആയിരുന്നു. MDയുടെ ഒരു ആലപ്പുഴയിലെ ഒരു ചിത്രത്തൊഴിലാളിയുടെ കഥാസമാഹാരം അങ്ങനെ അളകാവരി വെച്ച് പുറത്തെടുക്കുമ്പോൾ ദീപക്കൊക്കെ ഓർക്കുന്നുണ്ടാവുന്നു. ആ ആൾ പൊട്ടിക്കരഞ്ഞു കളഞ്ഞു. MDയുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ ഈ സ്കീമിലുള്ള ബുക്ക് വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മളെല്ലാം അദ്ദേഹം അങ്ങനെ ആവശ്യമില്ലാതെ വ്യക്തിപരമായുള്ള ചർച്ചകൾക്കും അതുപോലെ വിമർശനങ്ങളും, കേരളം വിവാദങ്ങളും അപവാദങ്ങളും നല്ലോണം തളിച്ചുകൊണ്ടിരുന്ന നാടാണ്. പക്ഷെ അതിലൊന്നും പെടാതെ ഫൈറ്റ് ചെയ്യുന്നു. അതേസമയത്ത് ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട രംഗത്ത് വന്നപ്പോൾ അദ്ദേഹം മാറി നിന്നിട്ടുമില്ല. ഫൈറ്റിൻ്റെ വന്ന സാഹചര്യം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നു. അപ്പോൾ ഒരു സമഗ്രതയിൽ അദ്ദേഹത്തെ ദർശിക്കുക ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ സാഹിത്യം മാത്രമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് അദ്ദേഹം നല്ലൊരു സാഹിത്യത്തിൽ തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ നോവലുകളും കഥകളുമാണ് പറയാറുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സമാഹാരങ്ങൾ നോക്കിയാൽ തന്നെ ആനുകാലികമായി ഏത് സാഹിത്യത്തിലേക്ക് ഏത് ചോദ്യത്തിനുള്ള ഉത്തരം അവിടെയുണ്ട്. സാഹിത്യത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വസാഹിത്യം ഇത്രയും നെഞ്ചിലേറ്റിയ, അതിനെ സാംശീകരിച്ച, അതിൻ്റെ അടിസ്ഥാനത്തിൽ മലയാള ഭാഷ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളെയും കേരളത്തിൽ പകരക്കാരനായി കാണാൻ സാധിക്കില്ല. പൊതുവെ അങ്ങ് പറഞ്ഞ പോലെ ആൾക്കൂട്ടത്തിൽ തനിയെ ഇരുന്ന ഒരാളാണ്. പക്ഷേ അങ്ങുമായിട്ട് വളരെ വ്യക്തിബന്ധമായിരുന്നു. MT വളരെ ചുരുക്കം പേരുമായിട്ടാണ് അടുപ്പം സൂക്ഷിച്ചിരുന്നത്. കോഴിക്കോട് അത്തരത്തിലൊരു അടുപ്പം ഉണ്ടായിരുന്നതാണ്. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതി ഞാൻ പറഞ്ഞില്ല, വാത്സല്യം. അദ്ദേഹത്തിൻ്റെ വാത്സല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഈ അശ്വതിയുടെ വിവാഹ സമയത്തുള്ള കാര്യം ഞാൻ നോക്കുന്നു. അന്നൊരു ഹർത്താലാണ്. അവർക്ക് ചെന്നൈയിൽ നിന്ന് പറഞ്ഞു. അതെന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ഞാനതിന് ബന്ധപ്പെട്ടവരെയൊക്കെ കണ്ടിട്ട് അന്ന് വന്ന ആളുകളെ എല്ലാം കൊണ്ടുവരാനായിട്ട് അപ്പോൾ അത്രയും ഏൽപ്പിക്കുന്ന ഒരു അടുപ്പമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ആശയത്തോടൊന്നും അദ്ദേഹത്തിന് അനുകൂലമുള്ള ആളായിരുന്നു. പക്ഷേ അതേ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെറുപ്രായത്തിൽ ഭാഗവതവും രാമായണ മാസം വരുമ്പോൾ രാമായണം വായിക്കാൻ ഞാൻ പോകാറുണ്ട്, ഞാൻ ഇതിനൊന്നും എതിരല്ല എന്ന്
എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കാലത്തിൻ്റെ ഗതിപ്രവാഹത്തിൽ നമ്മളെല്ലാം ഈ ഇവിടം വിട്ടു പോകേണ്ടവരാണ്. ഒരു ജീവിതം പൂർണ്ണമാക്കി, ഒരു പുരുഷായുസ് മുഴുവൻ പൂർണ്ണമാക്കിക്കൊണ്ട് അദ്ദേഹം കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള വേദനയും അനുശോചനവും ഞാൻ രേഖപ്പെടുത്തി. താങ്ക് യു സർ. PS ശ്രീധരൻപിള്ളയാണ് അനുസ്മരിച്ചത്. MTA-യുമായി ഏറെ ഹൃദയബന്ധമുണ്ടായിരുന്ന, വ്യക്തിബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം, PS ശ്രീധരൻപിള്ള. അദ്ദേഹം അവിടെ എത്തി MTക്ക് അനുശോചനമർപ്പിച്ച് മടങ്ങുകയാണ്.